അപ്പോൾ ഓരോ മനുഷ്യനെയും പല രീതിയിൽ ബാധിക്കുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന ഭീകരമായ യുദ്ധങ്ങളെല്ലാം. അതിൻ്റെ ന്യായോക്തികളിലേക്ക് ഞാൻ തൽക്കാലം പോകല്ല. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതിയുടെ ഒരു സന്ദേശമുണ്ട്. അത് മാനവർക്കെല്ലാവർക്കും മഹത്തായ പാഠമാണെന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു വക്താവ് എന്ന രീതിയിൽ മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു സമൂഹം എന്ന രീതിയിൽ മാത്രമല്ല. അതാണ് വസ്തുതയെന്നും അതാണ് യാഥാർത്ഥ്യമെന്നും വസ്തുതാനിഷ്ഠമായി പഠനം നടത്തുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആൻ നീതിയെക്കുറിച്ച് പറയുന്ന വിവിധങ്ങളായ ഭാഗങ്ങൾ എല്ലാം കൂടെ വിശദീകരിക്കാൻ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ സമയം കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഓരോ മനുഷ്യനും നീതിപൂർവ്വം ജീവിക്കേണ്ടതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങൾ. അത് കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രങ്ങൾ പരസ്പരമാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും നീതിയിലൂടെ മാത്രമേ നിലനിൽക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തോട് എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് പാലിക്കുന്നതോടുകൂടെ ലോകത്ത് സമാധാനം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കേട്ടുവരുന്നൊരു വിമർശനം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു വശം ഇസ്ലാമാണ് എന്നുള്ളതാണ്. സത്യത്തിൽ പുതിയ കാലത്ത് അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ആയതുകൊണ്ടല്ല, അങ്ങനെയാക്കി തീർത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നത് അന്യത്ര വിശദീകരിച്ചതുമാണ്. ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് എവിടെയും ഒരു പ്രതിപക്ഷം വേണം. ഇസ്ലാം അല്ലാത്ത ഏത് പ്രത്യയശാസ്ത്രത്തെയും അവരോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ നിരന്തരമായി പ്രതിപക്ഷത്ത് നിർത്തുന്നു. ശത്രുവായിട്ട് അവർ സങ്കല്പിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശത്രുക്കളെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് ക്യാപിറ്റലിസം മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമന മാർഗം. ദീർഘമായി വിശദീകരിക്കേണ്ടതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വലുതായി വരുന്ന മതം ഇസ്ലാമാണെന്ന് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് പോലും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചില ഈ കറവ് പിടിച്ച ചാനലുകളൊക്കെ അതൊരു വലിയ വിവാദമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ കണക്ക് പരിശോധിച്ചാൽ പോലും ഏകദേശം 300 ഇരട്ടിയോളൊക്കെയാണ് മറ്റുള്ള ആദർശത്തെ അപേക്ഷിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ച. ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനം വളർന്നു വന്നാൽ ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന ചൂഷണങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ലാതെയാകും, പൂഴ്ത്തിവെപ്പുകൾക്ക് സ്ഥാനമില്ലാതെയാകും. മനുഷ്യനെ കണ്ടിച്ച് നിത്യരോഗിയാക്കി മാറ്റിയാലും പണം വരുന്ന ഏത് മാർഗവും സംഘതമാണെന്ന് അവരുടെ തീരുമാനം പാടിപ്പോകും. ഞാൻ വിശദീകരിക്കല്ല, അതാണല്ലോ LGBTQIA+ ആക്ടിവിസത്തിലൊക്കെ നടക്കുന്നത്. മനുഷ്യനെ പല വിധത്തിലുള്ള സർജറികൾക്ക് വിധേയരാക്കി നിത്യരോഗികളാക്കി മാറ്റുന്നു. ജീവിതകാലം മുഴുവൻ പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റും അനുബന്ധ ചികിത്സകളും നടത്തേണ്ടി വരുന്നു. ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. 5-6 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ചികിത്സകൾക്കൊടുവിൽ ഏകദേശം ഒരു സ്ത്രീയുടെ കോലത്തിലേക്ക് അവർ മാറുന്നു, അല്ലെങ്കിൽ എതിർ ജെൻഡറിൻ്റെ കോലത്തിലേക്ക് അവർ മാറുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങൾ ചെലവ് വരുന്നുണ്ട്, കഠിനമായ വേദന സഹിക്കേണ്ടി വരുന്നുണ്ട്, ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. നീതിയുടെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം ജാതി തോന്നിയാസങ്ങളെ സപ്പോർട്ട് ചെയ്യൂല. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന് മതം നിഷ്കർഷിക്കുന്നു. ആണുങ്ങളായും പെണ്ണുങ്ങളായുമാണ് മനുഷ്യരെ പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേഷത്തിൽ പോലും ഒരു ചേഞ്ച് വരുത്താൻ പാടില്ലെന്ന് ആൺ പെണ്ണിൻ്റെ വേഷമോ പെണ്ണ് ആണിൻ്റെ വേഷമോ സംസ്കാരങ്ങളോ പിന്തുടരാൻ പാടില്ലെന്ന് മതം നിഷ്കർഷിക്കുന്നു. ഇവിടെ ക്യാപിറ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാധ്യതയാണ് ഇല്ലാതെയാകുന്നത്. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചു വരികയും ഈ ഒരു നീതിയുടെ നിയമം നടപ്പിലാവുകയും ആണുങ്ങളൊക്കെ ആണുങ്ങളായും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായും ജീവിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-5 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ സർജറികളുടെ പരമ്പര, മേജർ സർജറികളിൽ തന്നെ 12 എണ്ണം വേണ്ടി വരും എന്നാണ് പറയുന്നത്. അനുബന്ധമായ പ്ലാസ്റ്റിക് സർജറികൾ വേറെ വേണം, വലിയ മരുന്ന് ഉപയോഗിക്കണം, ഓപ്പറേഷൻ ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗപ്പെടുത്തണം, ആശുപത്രിവാസം വേണം. ചെറുതും വലുതുമായ നിരവധിയായ ചെലവുകൾ ഈ ഒരു സംഭവത്തിന് മുന്നിൽ ധാരാളമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനാഗമനം മാത്രമാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ ലക്ഷ്യം. അത് കുറേ മനുഷ്യന്മാർ തകർന്നില്ലാതെയായാലും നിത്യരോഗികളായാലും അത് അവരെ സ്വാധീനിക്കുന്നേയില്ല. അതുകൊണ്ട് അതവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞു കയറ്റിക്കൊണ്ടിരിക്കും, ചാനലുകളും സിനിമകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഗേ ലെസ്ബിയൻ ബന്ധങ്ങൾ, അനുബന്ധമായുണ്ടാകുന്ന രോഗങ്ങൾ, രോഗത്തിൻ്റെ അനുബന്ധമായുണ്ടാകുന്ന ദീർഘകാല ചികിത്സകൾ, ചികിത്സ വഴി ലഭ്യമാകുന്ന നല്ല വരുമാനം, ഇതൊക്കെ മുന്നിൽ കണ്ട് ഒരിക്കലും മാനവികമല്ലാത്ത, മനുഷ്യനെന്ന രീതിയിൽ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും സംഘതമായി തോന്നാത്ത ഇത്തരം വൃത്തികേടുകൾക്ക് അവർ പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കും. അതിന് വിരുദ്ധമായി നിലകൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാമിനെ കണ്ടിടത്ത് വെച്ച് ആക്രമിക്കാൻ അവർ വിവിധ സംവിധാനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വിഷയത്തിൽ മാത്രമല്ല, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം പ്രതിപക്ഷത്താകുന്നു? അങ്ങനെ ആയി കയറി ഞങ്ങൾ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണതല്ല. നേരെ മറിച്ച് വിശുദ്ധ മതത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാങ്കേതികമായും
അതേപ്രകാരം സാംസ്കാരികമായുമുള്ള അക്രമങ്ങൾ തുടങ്ങിയത് വ്യാപകമായ രീതിയിൽ വ്യവസ്ഥാപിതമായി നടന്നു തുടങ്ങിയത് ഇപ്പോൾ അടുത്തൊന്നുമല്ല. ഓറിയന്റലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും പഴറ്റി കുറേ കാലം കഠിനാധ്വാനം ചെയ്തൊരു സംഗതിയാണിത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹുവിനെയും ഒക്കെ മുസ്ലിങ്ങൾ വളരെയേറെ ആദരവോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഏറ്റവും അഭിമാനത്തോടുകൂടെ കൊണ്ടു നടക്കുമ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി പച്ചത്തെറികളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ കാലത്ത് തുടങ്ങിയതൊന്നുമല്ലത്. ഓറിയന്റലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും പണ്ട് ചെയ്തതാണ്. ഷിയാക്കളും മുജ്തസിലികളും അതിൻ്റെ മുന്നേ ചെയ്തതാണ്. ഈ ഒരു വിഷയത്തിൽ സാംസ്കാരികമായി മതത്തെ തോൽപ്പിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് മതത്തോടുള്ള പ്രതിപത്തി ഇല്ലാതാക്കുക. അതിന് സിനിമയും സീരിയലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അതിന് മദ്യവും മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസികളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോടുകൂടെ സാംസ്കാരികമായി മനുഷ്യർ മറ്റൊന്നായിത്തീരുന്നു. അങ്ങനെ സാംസ്കാരികമായി അധമത്വം ശീലിച്ച ഒരു സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ എളുപ്പമുണ്ട്. കാരണം നീതിയോടൊപ്പമേ മതം നിൽക്കൂ, ശാന്തിയോടൊപ്പമേ മതം നിൽക്കൂ. ഇതില്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. സാംസ്കാരികമായി അധപ്പതനം നടത്തിയാൽ, ഇസ്ലാമിനോടുള്ള താല്പര്യവും ഇഷ്ടവും ഇല്ലാതാക്കിയാൽ, അതിനുവേണ്ടിയുള്ള വ്യാപകമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണം. യുദ്ധങ്ങളുടെ കാര്യം എടുത്ത് നോക്ക്. ഈ അടുത്ത കാലത്തൊക്കെയുള്ള യുദ്ധങ്ങൾ എന്തിനായിരുന്നു? പലസ്തീൻ രൂപീകരണത്തെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, നിങ്ങളൊക്കെ കേട്ടതാണ്, വായിച്ചവരാണ്. ഞാൻ അങ്ങോട്ട് കിടക്കില്ല. അന്ന് ബ്രിട്ടൻ്റെ അധികാരത്തിലിരുന്ന പലസ്തീൻ അവർ ലോകം ഭരിച്ചവരാണ്, ലോകം മൊത്തം കൊള്ളയടിച്ചവരാണ്. അറബികൾ നമ്മുടെ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിൻ്റെ മുന്നേയൊക്കെ കച്ചവടത്തിന് വരുന്നുണ്ട്. ഈ നാടിനൊരു ദ്രോഹം അവർ വരുത്തിയിട്ടില്ല. ഈ നാട്ടിൽ എവിടെയും അവർ കയ്യേറ്റം നടത്തിയിട്ടില്ല. മാന്യമായ രീതിയിൽ അവർ കച്ചവടം നടത്തും. അവരുടെയുള്ള വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെയുള്ളത് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അറബികൾക്ക് കച്ചവടം നടത്താൻ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം സാമൂതിരി രാജാവിനെ പോലെയുള്ളവർ നൽകിയത്. ഒരു നാടും അവർ കീഴടക്കിയില്ല, ഒരു നാട്ടിലെ ഒരു മനുഷ്യനെയും അവർ ഉപദ്രവിച്ചില്ല.